2000-ൽ പുറത്തുവന്ന കിന്നാരത്തുമ്പികളുടെ വിജയം അക്ഷരാർത്ഥത്തിൽ മലയാളത്തെ ഞെട്ടിച്ചു കളഞ്ഞു. അവിടം കൊണ്ട് തീർന്നില്ല. 2001-ൽ 25ഓളം ഷക്കീല സിനിമകളായിരുന്നു പുറത്തുവന്നത്. ആ വർഷം മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾ പോലും ഷക്കീല തരംഗത്തിൽ ആടി ഉലഞ്ഞു. ഇതോടെ ഷക്കീലയെ ചലച്ചിത്ര മാഗസിനുകൾ ബോക്സ് ഓഫീസ് റാണിയാക്കി മാറ്റി. 2001-ൽ മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവിലും മോഹൻലാലിന്റെ രാവണപ്രഭുവിനും ഭീഷണിയായി മാറിയത് ഷക്കീല ചിത്രങ്ങളുടെ സർവാധിപത്യമായിരുന്നു. മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവിനോട് പോരടിക്കാൻ രാക്ഷസറാണി എന്ന പേരിലായിരുന്നു ഷക്കീല ഇറങ്ങി പുറപ്പെട്ടത്. ഒടുവിൽ ഈ പേരിനെതിരെ മമ്മൂട്ടി തന്നെ രംഗത്ത് എത്തുകയായിരുന്നു. 2002-ൽ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ഷക്കീലയുടെ കിന്നാരത്തുമ്പികൾ സംപ്രേഷണം ചെയ്തപ്പോൾ രാവണപ്രഭുവിനും രാക്ഷസ രാജാവിനും ലഭിക്കാത്ത അത്രയും പരസ്യം ലഭിക്കുകയുണ്ടായി. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.